ഹേ PSC ആസ്പിറൻസ്, വെൽക്കം ടു അനദർ സ്റ്റഡി വ്ളോഗ്. 2025 അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇനി വെറും 2 മാസം കൂടിയേ ഉള്ളൂ. നവംബർ മാസത്തിലെ നമ്മുടെ ആദ്യത്തെ സ്റ്റഡി വ്ളോഗാണിത്. ഈ ഒരു വീഡിയോയിൽ സാറ്റർഡേ സൺഡേ ഞാൻ പഠിച്ച കാര്യങ്ങളും ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന കുറച്ച് കമൻസിൻ്റെ റിപ്ലൈയും ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ശനി ഞായർ ഞാൻ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ പുതുതായിട്ടൊന്നുമില്ല, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വീക്ക് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 6th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സാം ഫ്രൈഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഒരു 3 ചാപ്റ്റർ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാറ്റർഡേ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് 1 കുത്തിയിരുന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു. സാറ്റർഡേ പ്രധാനമായിട്ടും അത് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിവിഷൻ ചെയ്തത് സൺഡേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ PSCയും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കാരണം ഞാൻ ഫുൾ ടൈമായിട്ട് PSC നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ടും എനിക്ക് ടൈം തികയാത്ത ഒരവസ്ഥയാണുള്ളത്. എന്നിരുന്നാലും നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് നന്നായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ടൈം കണ്ടെത്തും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൈം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പം കോളേജിലെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ പഠിക്കും, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നോക്കും. രാവിലെ മോർണിംഗ് കുറച്ച് നേരത്തെ എണീക്കുക. എന്നിട്ട് ഈ ഇന്ന സമയം മുതൽ ഈ ഒരു സമയം വരെ ഞാൻ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. കുറേശ്ശെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് പഠിച്ചാൽ മതി. ഈ സിലബസ് എടുത്ത് വെച്ചിട്ട് ഇത് മുഴുവൻ പഠിക്കണമല്ലോ, ഈ ഒരു സമയം കൂടി എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും പറ്റില്ല. ചെറിയൊരു ടോപ്പിക്ക് എടുക്കുക, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്ക് ഒരു ദിവസം പഠിക്കുക. അത് കംപ്ലീറ്റ് പഠിക്കണമെന്നില്ല, അതും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാർട്ടായി കുറേശ്ശെ പഠിച്ചു വരിക. ഒരു ദിവസം നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്ര ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ അത് മതി. അത് പഠിച്ചല്ലോ എന്ന് ഓർക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു കമൻറ്റ് വന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കായാലും പഴയ ടെക്സ്റ്റ് ബുക്കായാലും നമുക്ക് സമഗ്രയുടെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ കുറച്ച് ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഞാനിവിടെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ ടെലിഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ അവരുടെ ചാനലിൽ ഓൾറെഡി ഈ PDF ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ടും പഠിക്കാം. ഇനി ഈ PDF ഡൗൺലോഡ് ചെയ്താൽ ഇതിലേതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റാവുന്നതേ ഉള്ളൂ. ആദ്യം ചെയ്യുക, നമ്മുടെ സിലബസ് എടുക്കുക. നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് എടുക്കുക. അത് നന്നായിട്ടൊന്ന് 2-3 തവണ വായിക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സിലബസിലില്ല. അതായത് ഈ പ്രാചീന ശിലായുഗം, ഈ ഹാരപ്പൻ സംസ്കാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു PDF ഈ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ള PDF ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് അവിടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സിലബസിലില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുന്നത് നന്നായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കാറുണ്ട്. പഠിക്കുമല്ല, വായിച്ചു വിടുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ടാകും. ഇതിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ തന്നെ അറിയുന്നവരുണ്ടാകും. പക്ഷേ ഈ PSC സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത് അറിയുണ്ടാവില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഭീംബേട്ക ഗുഹ, ഈ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ചാപ്റ്ററിലാണ് ഉള്ളത്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മുടെ 10th പ്രിലിംസിനായാലും 10th ലെവൽ മെയിൻ എക്സാമിനായാലും 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളത് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു ചാപ്റ്ററിന് വായിച്ചിട്ട് എടുക്കുക. അത് നമ്മൾ സിലബസ് നോക്കി സിലബസ് കംപ്ലീറ്റ് ഏകദേശം നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ള കാര്യം വൊക്കാസ്പീഡിയയുടെ അവരുടെ മെയിൻ ചാനലിൽ അവർ ഈ ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർക്ക് ആ ഒരു ചാനലിൽ പോയിട്ട് PDF ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു കമൻറ്റാണ്, വീട്ടിലിരുന്നിട്ട് PSC പഠിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരുന്നു, ഇത് മാറാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്നുള്ളത്. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ വീട്ടിലിരുന്നിട്ട് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ PSC പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം മടുപ്പുണ്ട്, എല്ലാത്തിനോടുമുള്ള ഒരു മടുപ്പ്. അതിനെപ്പറ്റി എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക. ഈ PSC പഠനവും സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കാം. ഇതെങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ എൻ്റെ കാര്യത്തിലൂടെ പറയാം.
അത് കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മയുണ്ട്, അനിയനുണ്ട്. പഠിച്ചു മടുക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിരുന്നാൽ എനിക്ക് കുറച്ച് ഒരാശ്വാസം കിട്ടാറുണ്ട്. പിന്നെ സംസാരിക്കണം തോന്നിയാൽ വിളിച്ചാൽ ഓടി വരുന്ന കുറച്ച് 2-3 ഫ്രണ്ട്സും എനിക്കുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കൊരു റിലീഫാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആഫ്റ്റർ മാരേജ് ഞാൻ കൊച്ചിയിലേക്ക് വന്നു. ഇവിടെ ആണെങ്കിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അവന് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ഉണ്ട്. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് അഡിക്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതെങ്ങനെ ഓവർകം ചെയ്തെന്ന് ചോദിച്ചാൽ അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ചാനലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ PSC പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ സമയത്ത് നമുക്ക് സന്തോഷം കിട്ടണം. എൻ്റെ ഇപ്പോഴത്തെ ഒരു സോഴ്സ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഒരു ചാനലാണ്. ഇതിൽ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതും. ഇതിൽ വോയിസ് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ഈ മനസ്സ് തുറന്നിട്ട് ആരോടത്തും ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ വീഡിയോസിൽ ഓഡിയോ കൊടുത്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടാറ്. ആ ഒരു സമാധാനം, ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഓരോ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സന്തോഷം അത് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. അത് ഓരോ വ്യക്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ആ ഒരു കാര്യം ചെയ്യുക. എക്സ്ട്രാ ആയിട്ട് കുറച്ച് സമയം, കൂടുതൽ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെക്കുക. മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി മാത്രം. പിന്നെ അതേപോലെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ബിസി ആയിരുന്നാലും നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. നമ്മൾ ഈ എക്സാമിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷനും പേടിയും മടുപ്പും ഒക്കെ വരുന്നത്. പഠിക്കുന്ന സമയത്ത് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ്ഡ് ആവുക, എന്നിട്ട് പഠിക്കാം. ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത്, അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഒരു വീക്ക് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു വീക്ക് തന്നെ അപ്ലോഡ് ചെയ്യും. അഥവാ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കുട്ടി 2-3 പ്രാവശ്യമായി ചോദിക്കുന്നു ഈ ഒരു സ്റ്റഡി ലാബിനെ പറ്റി പറയുമോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും, ഞാൻ വിട്ടുപോകും ആ ഒരു കാര്യം. ഇത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ്, ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു പെൻ ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പെന്നൊക്കെ ഇട്ട് വെക്കാം. പിന്നെ താഴെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ടൈപ്പ് സ്വിച്ചാണ്. നമുക്ക് 3 മോഡിലായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ലൈറ്റ് ഇതിൻ്റെ കൂടെ ഇത് ചാർജ് ചെയ്യേണ്ട ആ ഒരു ചാർജർ കിട്ടും. പിന്നെ മാക്സിമം ഞാനൊരു 2 മണിക്കൂർ വരെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫായി പോയിട്ടൊന്നുമില്ല. അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മാസം 1.5 മാസം ആവുന്നേ ഉള്ളൂ. എത്ര കാലം നിൽക്കും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയില്ല. ഇതുവരെ ഓക്കെ ആണ്. ഇനി ബാക്കിയുള്ള കമൻസിൻ്റെ റിപ്ലൈ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഓൾറെഡി ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ടൈം തന്നെയാണ് പോവുക. വീഡിയോ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട വിലപ്പെട്ട സമയം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് വേഗം പോയി പഠിച്ചോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams, caught in